ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്നാക്സ് ആയിട്ടുള്ള ഉഴുന്നുവടയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി എടുത്തത് ഉഴുന്ന് മീഡിയം സൈസ് ബൗളിൽ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനെ വൃത്തിയായി കഴുകി ഏകദേശം 3-4 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് സോക്ക് ചെയ്യാൻ വയ്ക്കുക. നല്ലപോലെ കുതിർന്ന ശേഷം മിക്സി ജാറിലിട്ട് വേണമെങ്കിൽ 1 സ്പൂൺ വെള്ളം ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റാക്കി അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ ഉഴുന്നുമാവിൽ വെള്ളം അധികമായാൽ എണ്ണ നല്ലപോലെ വലിച്ചെടുക്കും. അതുകൊണ്ടാണ് വെള്ളം ഒട്ടും ചേർക്കാതെ അരച്ചെടുക്കണം എന്ന് പറയുന്നത്. വട ഉണ്ടാക്കുവാൻ അരച്ച മാവിലേക്ക് ചേർക്കാൻ നമ്മൾ എടുത്തത് 1/2 സ്പൂൺ പെപ്പർകോൺസ്, 2-3 പച്ചമുളക്, ഉള്ളി പൊടിയായി അരിഞ്ഞത്, കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും. ഇതൊക്കെ മാവിലേക്ക് ചേർക്കുക. പിന്നീട് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് വട ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. അതിന് കടായി എടുത്ത് എണ്ണ ഒഴിച്ച് ചൂടായാൽ വടയുടെ കൂട്ട് കുറച്ച് കയ്യിലെടുത്ത് ഒന്ന് പരത്തിയതിന് ശേഷം നടുവിൽ ഹോളുണ്ടാക്കി എണ്ണയിൽ മുക്കി ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കണം. അടുത്ത ബാച്ച് ഇതേപോലെ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കണം. നമുക്ക് ആദ്യം കാണിച്ച പ്രോസസ്സ് ടഫാണെങ്കിൽ സ്പൂണിൽ കുറച്ച് കോരിയെടുത്ത് എണ്ണയിലിട്ട് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ നമുക്ക് ചായക്ക് പറ്റിയ ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട റെഡി.
ഇത് നമുക്ക് ചട്നിയുടെ കൂടെ സാമ്പാറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ്. ചട്നിയോ സാമ്പാറോ ഇല്ലെങ്കിലും ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. Thank you for watching. Bye-bye.